ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ഹാൾമാർക്ക് ഓഫ് എ സ്മാർട്ട് മാൻ അല്ലെങ്കിൽ ഹൗ ടു ഡിറ്റക്ട് എ സ്മാർട്ട് പേഴ്സൺ എന്നുള്ളതാണ്. അപ്പം ഈ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ, ഓക്കെ, ആൻഡ് ദെയർ ലെൻസസ്. ഓക്കെ, പക്ഷേ പൊതുവെ ഞാൻ എൻ്റെ അഡൾട്ട് ലൈഫിൽ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരം ആൾക്കാരുള്ള ലൗസി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഒരു കാറ്റഗറൈസേഷൻ. അപ്പൊ സ്മാർട്ട് പീപ്പിൾ ഫോക്കസസ് ഓൺ സിസ്റ്റംസ്, മോഡൽസ്, സ്കീമാസ്, ബിഗ് പിക്ചർ, ഫിലോസഫി, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ ആവറേജ് പീപ്പിൾ അതിനകത്തിൽ ഇവന്റ്സ്, സ്റ്റോറീസ്, നറേറ്റീവ്സ് ആണ് അവരുടെ ഫോക്കസ്. ഈ ലൗസി പീപ്പിൾ എപ്പോഴും എന്ന് വെച്ചാൽ പീപ്പിൾ സെൻട്രിക് ആയിരിക്കും. അതായത് ഓക്കെ, അവനത് ചെയ്തു, ഇവനിത് ചെയ്തു, അവനത് ചെയ്യുമെങ്കിൽ നമുക്ക് എന്താ ഇത് ചെയ്തുകൂടാ, ഇങ്ങനെയാണ് ഒരു വേൾഡ് കാണുന്നത്. അതിപ്പോ ഈ കേരളത്തിലെ പ്രോഗ്രാമേഴ്സിനിടയിൽ ഭയങ്കര റാമ്പന്റ് ആണ്. ഓക്കെ, ഇഫ് ഹി ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഞാൻ അവൻ അത്ര വലിയ ആളൊന്നുമല്ല. ഐ സി ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വരികയാണെങ്കിൽ ഓക്കെ, ദാറ്റ് പേഴ്സൺ ഈസ് ആക്ച്വലി. പിന്നെ കുറച്ച് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, ഇൻ സർട്ടൺ സെറ്റിങ്സ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആസ് എ കേസ് ഇൻ ദ പോയിന്റ് ഞാൻ അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരങ്ങനെ ചെയ്തത്. അത് കുറച്ചും കൂടി ഒരു ലോ ഓഫ് ആവറേജസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നറേറ്റീവ് ആയിരിക്കും. എന്ന സ്ഥാനത്ത് പീപ്പിൾ ഹു ആർ സ്മാർട്ട്, ഓക്കെ, ദേ വിൽ ആസ്ക് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഓക്കെ സംതിങ് ഹാപ്പൻ. അപ്പൊ അവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്, എൻവയോൺമെന്റ് എന്താണ്, എന്താണ് അവിടുത്തെ ഗോള്, ഈ എന്താണ് അവിടുത്തെ ഡെവലപ്മെന്റ് ഫിലോസഫി, അങ്ങനെ പല എന്താ പറയാ കുറച്ചും കൂടി ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ഒരു ഔട്ട്സൈഡ് ഇൻ അപ്രോച്ച് ആയിരിക്കും. അതായത് ദേ വിൽ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദ ഹോളിസ്റ്റിക് ഫ്രെയിം ആൻഡ് ദെൻ ഓക്കെ drill into the stories and the events happen there, and finally it might go to people as well. കാരണം people does matter. ഈ ഏജൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് പീപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതേമാതിരി തന്നെ ഇവന്റ്സ്, സ്റ്റോറീസ്, നറേറ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേമാതിരി തന്നെ സിസ്റ്റംസും മോഡൽസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഫോക്കസ് എവിടെയാണെന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ an entry level person okay will actually see around and see patterns or what kind of behavioral patterns people follow. അപ്പൊ അത് മിമിക് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു മിമിക്കിംഗ് ആണ് ബെസ്റ്റ് വേ ടു ആക്ച്വലി ഗെറ്റ് an entry into any sphere of activity. പക്ഷെ അവിടെ നിന്ന് അത് കുറച്ചും കൂടി കുറെ കഴിയുമ്പോൾ കേസ് സ്റ്റഡീസും അവിടെ നടന്ന ഇവന്റ്സും അതിനെ കുറിച്ച് പഠിക്കും. പക്ഷെ as you move ahead in your life, okay, you understand that okay everything happens in a larger frame. അപ്പോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യം എടുക്കുക. ഓക്കെ, സോ എവരിബഡി ഇപ്പോ ഇൻഫോർമൽ ഗ്രൂപ്പ്സിൽ നിന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിലേക്ക് വരുന്നവർ ഏതെങ്കിലും ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ഹൗസിലായിരിക്കും ചെയ്യുക. അവിടെ എന്തെങ്കിലും ERP എഴുതുവോ, ഇനി എന്തെങ്കിലും അക്കൗണ്ടിങ്ങോ പേറോളോ, ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിസ്റ്റിക്സോ എന്തെങ്കിലും ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇടയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ആശാൻ പ്രോഗ്രാമർ ഉണ്ടാവും. അയാളായിരിക്കും നമ്മുടെ ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പോ he'll be everything for us. ഇനി as these people move to other companies, they will see other asans. Okay, അപ്പൊ അങ്ങനെ ഈ കുറെ കഴിയുമ്പോൾ എന്ത് പറ്റുന്നു, ജസ്റ്റ് പീപ്പിൾ പ്രോഗ്രസ് ഇൻ എക്സ്പീരിയൻസ്. അവര് കുറച്ചും കൂടി they will see broader pattern. ഓക്കെ, അപ്പൊ എന്താണ് അവിടുത്തെ ആനക്ഡോട്ട്സ് എന്തൊക്കെയാണ്, അവർ കുറച്ചുകൂടി ആനക്ഡോട്ട്സിലോട്ട് ഫോക്കസ് ചെയ്യും. അൺലെസ് ആൻഡ് അണ്ടിൽ ആ ആനക്ഡോട്ടൽ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ ഒരു എംപിരിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ വാട്ട് ഹാസ് ട്രാൻസ്പയർഡ് സംവെയർ മനസ്സിലാക്കി അതിൽ നിന്ന് ഫർദർ അബ്സ്ട്രാക്ഷൻ പോയാലാണ് ഈ സിസ്റ്റംസ്, മോഡൽസ്, സ്കീമ, ഫിലോസഫി ആ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവരുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. മോസ്റ്റ് പീപ്പിൾ, ഈവൻ പീപ്പിൾ ഹു ആർ എഫക്റ്റീവ്, ഭയങ്കര ആനക്ഡോട്ട് സെൻട്രിക് ആണ്. കാരണം അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ദേവണ്ടാണ് ഇനി ഡെലിവറി സ്റ്റഡി ഓഫ് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോ പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു തൊഴിൽ മാത്രം. അപ്പൊ തൊഴിൽ മാത്രമാകുമ്പോൾ സം പീപ്പിൾ ബിക്കോസ് ഓഫ് ദെയർ ഗ്രിറ്റ് ദേ സക്സീഡ് ഇൻ വാട്ട് എവർ ദേ ഡു. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും, ഭയങ്കര എഫക്റ്റീവ് ഓൺ ദ ഗ്രൗണ്ട് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വരുന്നത് എഫക്റ്റീവ് ആവാൻ വേണ്ടി മാത്രമാണ്.
to explore, okay, what are the options available? Are we doing the right thing? At a global scale, how others are actually approaching things. The life enrichment software development in the at least being in the IT industry any characteristic bias because of software industry, I came to know about a lot of things about telecommunication, about movie production, about okay how the financial transactions are done, wealth managing, you name it. Okay, so whenever you approach a software development company, you are not only doing coding there, okay, not only you are building systems there, but you are actually automating the world. Okay, അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവില് ഒരു കൺസൾട്ടൻസ് അപ്രോച്ച് എങ്കിലും ഉണ്ടെങ്കിലേ എന്താ പറയാ ഈ പറയുന്ന ഇതില് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ 3 തരം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് പീപ്പിൾ എപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റംസും മോഡൽസും അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി ബ്രോഡർ ഫ്രെയിമിലായിരിക്കും കാര്യങ്ങൾ കാണാം. ആവറേജ് പീപ്പിൾ ഈവൻ സ്റ്റോറീസ് ആൻഡ് നാരേറ്റീവ്സും. ലവ്സി പീപ്പിൾ ദേ നെവർ ഗെറ്റ് ഔട്ട് ഓഫ് ദി ഏജന്റ് സെൻട്രിക് അപ്രോച്ച്, അല്ലെങ്കിൽ ആ ചേട്ടൻ അത് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ അത് ചെയ്തു. അപ്പോ ഇനിയിപ്പോ പല ആൾക്കാർക്കും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീപ്പിൾ ഇപ്പോ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ഇപ്പോ ആസ് ദ ഏജ്, ഓക്കെ, എല്ലാവർക്കും അവര് ആർക്കിടെക്ട് ആണെന്നൊക്കെ പറയാം, പക്ഷെ അവർ വല്ല ടീം ലീഡും മറ്റേതൊക്കെ ആയിരിക്കും. അപ്പൊ അവരിങ്ങനെ പറയും. അപ്പൊ നറേറ്റ് ദെയർ ഫ്രം ദെയർ ലാംഗ്വേജ് നമുക്ക് അറിയാൻ പറ്റും അവര് കുറച്ചും കൂടി ബ്രോഡർ പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചർ. അപ്പൊ പല ആൾക്കാരുടെയും ഈ എന്താ പറയാ വീഡിയോ കണ്ടും ഈ എക്സ്പീരിയൻസ് കൊണ്ടും ആർക്കിടെക്ട് ആയിട്ടുള്ള ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറിത്തിങ് ഒരു എന്താ പറയാ ഈ അവര് വിചാരിക്കണെന്ന് വെച്ചാൽ ഓക്കെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് ശരിക്കും പറഞ്ഞൊരു ആർക്കിടെക്ചർ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആർക്കിടെക്ടിന്റെ റോൾ എന്ന് പറയുന്ന ക്യൂറേഷൻ ആണ്. അതായത് ഹി ഹാസ് ടു ഫാം ഓർ മൈൻ എന്താ പറയുക ഇൻഫർമേഷൻ ഓർ ടെക്നിക്സ് ഫ്രം പീപ്പിൾ അറൌണ്ട് ആൻഡ് ദെൻ ഫോർമുലേറ്റ് എ സിസ്റ്റം ബ്ലൂ പ്രിന്റ്. അതാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെയാണ് പ്രാക്ടിക്കലി ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവരുടെയൊക്കെ പലരുടെയും നറേറ്റീവിലൊക്കെ എന്ന് വെച്ചാല് ഒരു ഫസ്റ്റ് പേഴ്സൺ അപ്രോച്ച് വേണം. ഓക്കെ, ഐ ഡിഡ് ദിസ് ദാറ്റ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ അത്രയും വലിയ കാര്യം. കാരണം ഇൻ റിയൽ ലൈഫ് ആർക്കിടെക്ട് പറയുന്ന വിലയൊന്നും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഫ്ലോറിലൊന്നുമില്ല. കാരണം ദാറ്റ്സ് എൻ എസെൻഷ്യൽ റോൾ, ബട്ട് ഡെവലപ്പേഴ്സ് നീഡ് നോട്ട് ഫോളോ ദി ആർക്കിടെക്ട് ഓഫ് ദ ടീം ലീഡ്. അപ്പൊ ഫൈനലി ഡെലിവറി പ്രഷർ ഉള്ളത് കൊണ്ട് ഓക്കെ ഈ ടെസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബഗ്സ് ലോഗ്ഡ് അഗെയിൻസ്റ്റ് ഹിം വിൽ ആക്ച്വലി കോഴ്സ് കറക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വിടേണ്ടി വരും. അപ്പൊ പക്ഷെ ഈ അധികം ആർക്കിടെക്ചർ ചെയ്യാതെ ചുറ്റും ആർക്കിടെക്ചറെ നോക്കിക്കൊണ്ട് പറയുന്നവര് അവർ പറയുന്ന നറേറ്റീവ്സ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടാണ്. അപ്പോ നിങ്ങൾക്കൊരു എപ്പിസ്റ്റമിക്കൽ ഒരു ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ലാർജ് തിങ്സ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചാല് ഗീവൽസ് പറഞ്ഞ മാതിരി ഒരു കാര്യം എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം അത് ഓതന്റിക് ആയിട്ട് തോന്നുന്ന ഒരു ഇതുണ്ട്. അപ്പോ the message of the video is if you come across a person and he's speaking about a lot of people, okay, നമുക്ക് പുള്ളിയുടെ റെലവൻസ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. പക്ഷെ കുറച്ചുകൂടി പീപ്പിൾ ആക്ഷൻ ഓറിയന്റഡ് ആൾക്കാർ കുറച്ച് ഇവന്റ് സ്റ്റോറീസ് ആൻഡ് നറേറ്റീവ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ സിസ്റ്റം ബിൽഡേഴ്സ് പീപ്പിൾ ഹു കൺസീവ് സിസ്റ്റം എപ്പോഴും സിസ്റ്റം മോഡൽസ് ഫിലോസഫി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ എന്താ പറയുക ഏറ്റവും ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ആരാണ് ഓപ്പൺ അപ്പ് ചെയ്യണത്, എങ്ങനെയാണ് അയാൾ ഡ്രിൽ ഡൗൺ ചെയ്യണത്, ഹൗ ഹി ഗെറ്റ് ഇൻ ടു ദ സ്പെസിഫിക്സ്, അതിൽ നിന്നാണ് ഒരാൾ സ്മാർട്ട് ആണോ ലൗസ് ചെയ്യണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഈ ആനക്ഡോട്ടൽ ആൾക്കാരായിട്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് രസമായിരിക്കും സംസാരിക്കാം, പക്ഷെ കുറെ കഴിയുമ്പോൾ ഒരു ബോറടിപ്പിക്കും. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഹു ഫോക്കസ് ഓൺ ആനക്ഡോട്ട്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബോൾ ഫ്രം ദ ബ്ലൂ they might actually talk about big things or profound things. Okay, അവർ മീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒക്കെ ഫോർ അവർ ഫ്രെയിം ഇറ്റ് വിൽ ബി പ്രൊഫൗണ്ട്. അപ്പൊ അതിനുവേണ്ടി അവരായിട്ട് എൻഗേജ്മെന്റ് നടത്തുന്നതാണ്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ പീപ്പിൾ ഹു ഫോക്കസസ് ഓൺ ഏജൻസ്, അവർ പക്ഷേ ഒരു നല്ല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ദേ ആർ ദ ബിഗസ്റ്റ് സോഴ്സ് ഓഫ് ആന്റി പാറ്റേൺസ്. ഓക്കെ, അപ്പൊ ആരാണോ ആന്റി പാറ്റേൺസ് കുറച്ച് പ്യൂക്ക് ചെയ്യുന്നത് അവനാണ് സ്മാർട്ട് എന്നുള്ള ഒരു വേറൊരു അർത്ഥം കൂടി
ഇത് ചെയ്യേണ്ടത്. അപ്പോൾ സ്മാർട്ട് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യാൻ ഈ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.